അനുവദിക്കപ്പെട്ടതല്ല വിനോദങ്ങൾ. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവര് വിനോദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 74-ാമത്തെ വാചകം. ഈ ആയത്തിന്റെ തഫ്സീറായി നാട്ടിലെ പള്ളി ദർസ് പഠിക്കുന്ന തഫ്സീർ ജലാലൈനി, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ തുബരി, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ബഗവി എന്നിങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഅസൂറായി നമ്മൾ പഠിച്ചു പോണ തഫ്സീറുകളിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ ഞാൻ ജലാലൈനി ഉൾപ്പെടുത്തിയത് മഅസൂറായ തഫ്സീർ ആയതുകൊണ്ടല്ല. നമ്മളെ പള്ളി ദർസ് പഠിക്കുന്ന ജലാലൈനിയിൽ പോലും, അതേപോലെ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാന്റെ 6-ാമത്തെ വാചകം, വമിനൻ നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാ, ആയത്തിന്റെ തഫ്സീർ ഹിബ്റുൽ ഉമ്മ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, ലഹുവൽ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം സംഗീതമാണ്. നിങ്ങൾ ഇസ്ലാം കർക്കശമായി വിലക്കിയ ഹറാമാണ് സംഗീതം. നമുക്കറിയാലോ, മുസ്ലിം സമുദായത്തിന് അറിയാലോ, ലോട്ടറി ഹറാമാണ്. ലോട്ടറി ഹറാമാണ്. എത്രയോ ചെറുപ്പക്കാര് മുസ്ലിങ്ങൾ ലോട്ടറി കച്ചവടക്കാരുണ്ട്. എന്റെ നാട്ടിൽ പോലും ഉണ്ട്, ഈ അങ്ങാടിയിലുണ്ടാവും. ലോട്ടറി കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങളും ലോട്ടറി വാങ്ങുന്ന മുസ്ലിങ്ങളും പലർക്കും അറിയില്ല ഇത് ഹറാമാന്നുള്ളത് പോലും, ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതുപോലും അറിയാത്തവരെത്രയാ. ആ കൂട്ടത്തിൽ ഒന്നാണെന്നറിയോ, സംഗീതം, ഓർക്കസ്ട്ര, ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. അത് ശരിക്കും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പഠിക്കേണ്ട വിഷയമാണ്. ഇസ്ലാം ഹറാമാക്കിയ പട്ടികയിൽ എണ്ണിയതാണത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതെന്താണ്? ഖുർആനിലെ ഒരു 2 ആയത്താണ് ഞാൻ പറഞ്ഞത്. ഇനി ഹദീത്തുകൾ എത്രയെന്ന് അറിയങ്ങള്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. എന്ത്? സംഗീതം ഹറാമാണെന്നതിൽ. എത്ര ഗ്രന്ഥങ്ങൾ കാണാം. ഷാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലുമായി 4 ലോകത്തെ അയിമ്മത്തുകളായ അഹ്ലുസുന്നത്തിന്റെ കിബാറുകളായ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഈ വിഷയം ഹറാമാണെന്നത്. നിഫാഖ് ഉണ്ടാക്കും, കാപട്യം ഉള്ളിലുണ്ടാക്കും, സംഗീതം വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നവരെ നിങ്ങൾ ആലോചിച്ച്. അതുകൊണ്ട് തന്നെ ഉമ്മത്ത് മുസ്ലിമയുടെ ജീവിതത്തിന്റെ ഭാഗമായി കൂടാ. ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്ന എന്താ? സംഗീതമല്ല, സിനിമയല്ല, എല്ലാ തോന്നിയാസത്തിലേക്കും ഈ സമുദായത്തിലെ മക്കള് തലകുത്തി വീഴുന്നൊരു ദുരന്ത കാഴ്ച. എന്ത് എങ്ങനെ വരാൻ? അള്ളാഹു കൂടെയുണ്ടെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയതാണ്. തെറി പറയുമ്പോ